എറണാകുളം തൃക്കാക്കരയിൽ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി അസം സ്വദേശിനിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ 2 പേർ പിടിയിൽ. ആസാം സ്വദേശി സുഹൈൽ, ഫുജൈൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. കേസിൽ 3 പ്രതികൾ ഒളിവിലാണ്. ഏപ്രിൽ 16-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇസത്ത്, ഒരു നിഷ്ഠൂര കൃത്യത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത്. ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയിരിക്കുന്നു. പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെയാണോ ഈ പ്രതികളെ പിടികൂടിയത്? തീർച്ചയായിട്ടും സരിക പറഞ്ഞതുപോലെ നിഷ്ക്രൂരമായ ഒരു കേസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് ഈ 15-കാരിയായ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ക്രൂര ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അസം സ്വദേശികളായിട്ടുള്ള 2 വ്യക്തികൾ, അതായത് സുഹൈലും ഫുജൈലും എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ പെൺകുട്ടിയെ കാക്കനാടുള്ള ഫ്ളാറ്റിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് അവിടെ ജ്യൂസിൽ ഈ കുട്ടിക്ക് മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയും ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 പ്രതികൾക്ക് പുറമെ മറ്റു 3 പേരും കൂടി പ്രതികളായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇവർ ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സറിയ. ശരി, ഇസത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.